ബാർക്ക് തട്ടിപ്പിൽ പോലീസ് കേസെടുത്തു. റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കെതിരെയാണ് കേസ്. ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥിനെതിരെയും കേസെടുത്തു. 24 ചാനലിലെ ഉണ്ണികൃഷ്ണനാണ് പരാതിക്കാരൻ. വിവരങ്ങൾ MK ഷുക്കൂർ നൽകും. ഷുക്കൂർ, നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കേസെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? ജിൽസി, ടെലിവിഷൻ ചാനലുകൾ എത്ര പേർ കാണുന്നു എന്ന് കണക്കാക്കുന്നത് ബാർക്ക് റേറ്റിംഗ് അടിസ്ഥാനമാക്കിയാണ്. ഈ റേറ്റിംഗ് ചാർട്ട് വെച്ചാണ് മാർക്കറ്റ്, അതായത് വിപണിയിലെ കച്ചവട സ്ഥാപനങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് പരസ്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചാനലുകളുടെ പരസ്യ വരുമാനത്തിന് വളരെ നിർണായകവുമാണ്. എന്നാൽ ഇതിൽ തട്ടിപ്പ് നടത്തുന്നു എന്നൊരു ആരോപണമായി 24 ന്യൂസ് ചാനലിന്റെ തലവൻ ശ്രീകണ്ഠൻ നായർ ഒരാഴ്ച മുമ്പാണ് രംഗത്ത് വന്നത്. അദ്ദേഹം DGPക്ക് പരാതി നൽകിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ 24 ന്യൂസിലെ തന്നെ ന്യൂസ് ഹെഡായ ഉണ്ണികൃഷ്ണൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത്, കഴിഞ്ഞ ജൂലൈ 14 മുതൽ തങ്ങളുടെ 24 ന്യൂസ് ചാനലിൻ്റെ റേറ്റിംഗ് ബോധപൂർവം കുറച്ച് കാണിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു ചാനലായ റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് ബോധപൂർവം കൂട്ടിക്കാണിക്കുന്നു. ഇതിനായി ബാർക്ക് എന്ന് പറയുന്ന ഈ റേറ്റിംഗ് തയ്യാറാക്കുന്ന കമ്പനിയുടെ സീനിയർ മാനേജർ പ്രേംനാഥ് കൈക്കൂലി വാങ്ങിയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയും അതുപോലെ തന്നെ ഈ പ്രേംനാഥുമാണ് ഈ തട്ടിപ്പിൽ പങ്കാളി. ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ണികൃഷ്ണൻ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ FIR പ്രകാരം വിശ്വാസലംഘനം, വഞ്ചന, വ്യാജരേഖ ചമക്കൽ, വ്യാജരേഖയുണ്ടാക്കി യഥാർത്ഥ രേഖ ഉപയോഗിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് ഇതിൽ ആദ്യത്തെ കേസാണ്. നേരത്തെ റിപ്പബ്ലിക് TVയുടെ തലവൻ അർണബ് ഗോസ്വാമിക്കെതിരെ സമാനമായ രീതിയിൽ കേസെടുത്തിരുന്നു. ആ കേസിൽ അർണബ് ഗോസ്വാമി അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി തന്നെ ഈ ഒരു കേസിനെ കണക്കാക്കാം. ബാർക്ക് തട്ടിപ്പിൽ റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 24 ചാനലിന്റെ പരാതിയിലാണ് കേസ്.